ഇവിടെ ഞാൻ നോക്കുന്നത് കേവലമായ പ്രശ്നം നീതിയുടേതാണ്. ഒരു മനുഷ്യൻ മരിച്ചു മുകളിൽ നിൽക്കുന്ന മനുഷ്യനല്ലേ, അദ്ദേഹം വഞ്ചിക്കപ്പെടുകയും പറ്റിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന് ഉത്തരവാദികളായ ആളുകൾ പുറത്തേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിലേക്ക് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന നീതി എന്ന് എനിക്ക് തോന്നുന്നു. അക്കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് എതിരെ ഒരു ആന്റിസിപ്പേഷൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും നാളെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അദ്ദേഹത്തിന് എന്നൊരു ആരോപണം വന്നു. പിന്നെ അഭിലാഷേ, ശ്രീ ഷാബു പ്രസാദും പിന്നെ ഇവിടെ ശ്രീ രാജേഷും ഒന്നും പറഞ്ഞത് ശരിയായ കാര്യമല്ല. നമുക്കൊക്കെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ എത്രയോ സുഹൃത്തുക്കൾ വ്യത്യസ്ത പാർട്ടികളിലുണ്ട്, എത്രയോ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നവരുണ്ട്. നമ്മൾ അവരോടൊപ്പം ചായ കുടിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ അവരുടെ വീട്ടിലെ ഒരു പ്രയാസമോ ദുരിതമോ ഉണ്ടായാൽ അതിനെ ആശ്വസിപ്പിക്കുന്നതിനോ ഒക്കെ എന്തെങ്കിലും ഒരു തടസ്സം കേരളീയ സമൂഹത്തിലുണ്ടോ? അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ ഉടൻ പിന്തുടർന്ന് വേട്ടയാടി അവരെ തകർത്ത് നശിപ്പിക്കാമെന്നൊരു നിലപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ സൂക്ഷിക്കുന്നുണ്ടോ ഷാബു പ്രസാദ്? ഇവിടെ അങ്ങനെ ഒരു അഭിപ്രായമല്ലേ പറഞ്ഞത്? ഇവിടെ ഞാൻ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞു അല്ല ഷാബു പ്രസാദ്, ഞാനൊന്ന് പറയട്ടെ. ശ്രീ തിരുമല അനിൽകുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തെ CPIM-ഓ പോലീസോ ഗവൺമെൻറ്റോ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടിയെന്നോ സമ്മർദ്ദപ്പെടുത്തിയെന്നോ ഉള്ള അഭിപ്രായം ഇല്ലല്ലോ. പിന്നെ ഷാബു പ്രസാദിനേക്കാൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടുന്നത് ശ്രീ അനിൽകുമാറിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ വാക്കുകളുമാണ്. ഷാബു പ്രസാദെ, നിങ്ങൾ ഈ ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട് CPIM-ന്റെ മുകളിൽ ഇത് ചാരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ വിശ്വാസ്യതയുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, സഹധർമ്മിണിയുടെ വാക്കുകൾ. നിങ്ങളിപ്പോൾ പറഞ്ഞു നോർമൽ അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിക്കുമെന്ന്. ആര് പിന്തുടർന്ന് അപമാനിച്ചു ശ്രീ അനിൽകുമാറിനെ? ശ്രീ തിരുമല അനിൽകുമാറിനെ അപമാനിച്ചു? CPIM-ഉം ഇടതുപക്ഷവും അപമാനിച്ചോ? ഷാബു പ്രസാദെ, നിങ്ങളൊരു സാങ്കല്പികമായ ഉത്തരം കണ്ടെത്തുകയാണ് നിങ്ങൾ. പിന്നെ ഷാബു പ്രസാദ് പറഞ്ഞത് എന്താ? പാർട്ടി കമ്മിറ്റി കൂടി, പാർട്ടി ഇടപെട്ടു, പാർട്ടി ഇപ്രകാരം ചെയ്തു. ഷാബു പ്രസാദ് ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ പാർട്ടി ഇപ്രകാരം സാമ്പത്തിക ഗുരുതരമായ ഒരു ക്രമക്കേടിന്റെ ഭാഗമായ ഒരു സ്ഥാപനത്തെ അവിടുന്ന് പണം അപഹരിച്ചെടുക്കുന്നതിന് തുല്യമായ ക്രിമിനൽ കുറ്റം നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്ത് ശ്രീ അനിൽകുമാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്രകാരം വെടിയില്ലായിരുന്നു. നിങ്ങൾ സഹായിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ സംരക്ഷിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ പാർട്ടി സംരക്ഷിച്ചില്ല ഷാബു പ്രസാദെ. അതുകൊണ്ടാണ് BJPയുടെ ഔദ്യോഗിക നേതാക്കന്മാർ സംസ്ഥാനം മുതൽ വാർഡ് വരെ ഒരൊറ്റയാൾ ഈ ചർച്ചയിൽ വന്നൊരു അഭിപ്രായം പറയാത്തത്. നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ചിലപ്പോ ആ വിഷയത്തോട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. BJPയുടെ ഔദ്യോഗിക നിലപാട് വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടിരുന്നെങ്കിൽ, വായ്പ തിരിച്ചടയ്ക്കാൻ ഇടപെട്ടിരുന്നെങ്കിൽ, ഈ ക്രമക്കേടിന് പരിഹാരമുണ്ടാക്കാൻ നിയമപരമായ പോംവഴി സ്വീകരിക്കാം എന്നൊക്കെ BJP ഇടപെട്ടിരുന്നെങ്കിൽ, ഷാബു പ്രസാദെ, ഞാനും വൈകാരികമായി പറയുന്നു, ഇന്ന് BJPയുടെ നേതാക്കന്മാർ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണെന്ന് വിശദീകരിക്കും. നിങ്ങളുടെ പാർട്ടി, ഷാബു പ്രസാദ് അല്ല ഞാൻ, നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഇപ്രകാരമുള്ള സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ അവിടുത്തെ BJPയുടെ നേതാക്കന്മാർ ചെയ്തു. അവർ വായ്പ തിരിച്ചടച്ചില്ല. അവർ പിന്നെ പല ആളുകളുടെയും പേരിൽ പല ബിനാമി ഇടപാടുകൾ നടത്തി. അതിനൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിലൂടെ പുറത്തു വരണം. CPIM-നും ഇടതുപക്ഷ പാർട്ടികൾക്കൊന്നും യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഈ വിഷയത്തിലില്ല. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപ്രവർത്തകനാണ്, കഴിഞ്ഞൊരു 10-20 വർഷമായി ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള ആളാണ്. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ശ്രീ അനിൽകുമാറിന്റെ മരണത്തിലേക്ക് സമ്മർദ്ദപ്പെടുത്തിയ, തള്ളിവിട്ട, പ്രേരിപ്പിച്ച വിധം അവിടെ ക്രമക്കേട് നടത്തിയ BJP നേതാക്കന്മാരുടെ വിശദാംശം കേരളത്തിന് അറിയണം. പിന്നെ ഇവിടെ രാജേഷ് പറഞ്ഞു ആര്യനാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച്. ആര്യനാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ജനസ്വീകാര്യതയുള്ള CPIM-ന്റെ നേതാവാണ്, ഒരു സംശയം വേണ്ട. അവിടെ ഉണ്ടായ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഒരു കോൺഗ്രസിന്റെ നേതാവ് ഭീമമായ സാമ്പത്തിക ബാധ്യതയിലേക്ക് അവിടെ പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപ്രകാരം സാമ്പത്തിക ബാധ്യതയിലേക്ക് അവരെ തള്ളിവിട്ടതാണെന്നല്ലേ പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ CPIM-ന്റെ തലയിൽ ഇതൊക്കെ ചാരി എന്തിനാണ് നിങ്ങൾ അതിൽ നിന്ന്, ആ ഭാരത്തിൽ നിന്ന് ഒഴിയുന്നത്? CPIM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യവും ഇവിടെ ഇല്ല. പക്ഷേ ഇങ്ങനെയൊരു മരണമുണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ആശങ്കപ്പെടും. ഞങ്ങളൊക്കെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. ഈ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇന്നലെ വരെ നമ്മളോടൊപ്പം ജീവിച്ചൊരു മനുഷ്യൻ
ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് BJP-യുടെ സംഘടനാ പ്രശ്നമാണ്. അതുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ അഭിപ്രായം പറഞ്ഞാൽ അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് നിങ്ങൾ ആരോപിക്കരുത്. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു മരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വ്യക്തത വരുത്തിയേ മതിയാവും. അത് ഞങ്ങൾ ഉന്നയിക്കും.